അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത് എവിടെ നിൽക്കുന്നതെന്ന്. ഇതാണ് എൻ്റെ ഏറ്റവും പഴയ വേൾഡ്. പഴയത് വെച്ചാൽ ഈ ഇടയ്ക്ക് ഞാൻ കളിച്ച് നിർത്തിയൊരു വേൾഡാണ്. ഈ വേൾഡിൻ ഞാനേറ്റ ലീഫ് ഡ്രോപ്പ് ഒപ്പി ഇല്ലേ നമ്മുടെ സീരീസ്, ആ സീരീസിൻ്റെ മോഡാണ്. അത് ഒരു മോഡാണ്, എന്താ പറയുക, നമ്മൾ കളിച്ച മോഡ് തന്നെയാണിത്. പക്ഷെ ഇതെൻ്റെ പഴയ വേൾഡ്, അതിൽ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ ഈ വേൾഡ് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ ഒരുപാടുണ്ട് കാണിക്കാൻ. കണ്ടോ, ഒരുപാട്. ഫസ്റ്റത്തെ നമ്മുടെ വീടാണ് ഞാൻ കാണിച്ചു തരാറുള്ളത്. ഇവിടെ ബെല്ലൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇതായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീടാണ് ഞാൻ പണിഞ്ഞിരിക്കുന്നത്. ഇത് സ്റ്റോൺ ബ്രിക്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ അതായത് ഇവിടെ ഗസ്റ്റിനടക്കാനുള്ള ബെഡ്. പിന്നെ ഇവിടെയാണ് എൻ്റെ ആർമറൊക്കെ വെച്ചിരിക്കുന്നത്. നെതറൈറ്റ് ആർമറായിരുന്നു, പക്ഷെ ഞാൻ അവിടെ ഡയമണ്ട് ആർമറൊക്കെ ഉള്ളു. ഇതെൻ്റെ ബെഡ്, സിധുവിൻ്റെ ബെഡ്. പിന്നെന്താ, ഞാൻ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്റ്റോറുണ്ട്. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ സുധിയണ്ണൻ്റെ ഫാനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എനിക്കും ഉണ്ടായിരുന്ന ഒരു മീനുക്കുട്ടി. ആ മീനുക്കുട്ടി ചത്തുപോയി. അതിൻ്റെ തൂവലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇതാണ് വേറൊരു വീടല്ല, ഇതെൻ്റെ ചെറിയൊരു ഫാക്ടറി കുറച്ച് സ്ഥലം. ഇതെന്ത് ഇവിടെയൊക്കെ പൊട്ടിക്കിടക്കുന്നത്? ഇത് ഞാൻ സുധിയേട്ടനെ കണ്ടിട്ടുണ്ടാക്കിയതാണ്, കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഒരു തട്ടിക്കൂട്ട് സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ നോക്കിയതാണ്. ചെറുതായിട്ട് പാളിപ്പോയ എന്നൊരു സംശയവും ഉണ്ട്. ഇതിൽ 17 ചാർക്കോൾ, 4 നെതറൈറ്റ് സ്ക്രാപ്പ്, ഒരു നെതറൈറ്റ് ഇങ്കട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. എന്നതാ അതിൽ നിന്ന് കിട്ടുന്ന ഇടാൻ വേണ്ടി ഇവിടെ വേറെ ചെറിയൊരു സ്റ്റോറേജ്. പിന്നെ ഇതെൻ്റെ കോബിൾ സ്റ്റോൺ ഫാക്ടറി ഫാമല്ല, നമ്മുടെ ഇത് ഇവിടെ നിന്നിട്ട് ഞാൻ AFK നിന്നിട്ട് ഇങ്ങനെ ആക്കാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ വിടൂ. ഇനി അവിടെ ഒരു വില്ലേജ് ഉണ്ട്, അവിടെയാണ് എൻ്റെ 3ാമത്തെ ഫാക്ടറി. അതോ ഇരിക്കുന്നു. ഈ വില്ലേജിൽ വലുതായിട്ടൊന്നും ഇല്ല, ഒന്നിനും കൊള്ളാത്തൊരു. ഇത് ഞാനൊരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കാൻ നോക്കിയത്, അത് പാളിപ്പോയി. ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ കാണാൻ ഉണ്ടാക്കിയത്. പിന്നെ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ കണ്ട് വന്നപ്പോൾ മൈൻക്രാഫ്റ്റ് കാണാനല്ല, ഡിലീറ്റ് ആയിപ്പോയി. എൻ്റെ വേൾഡിൻ്റെ ഡൗൺലോഡ് ഉണ്ടായിരുന്നു, വേൾഡ് ഫയൽ കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ മറന്നുപോയി ആ കാര്യം തന്നെ. ഇതെന്തോ സ്റ്റോണാണ് നോക്കിയത്, ഞാൻ സൂപ്പർ സ്മെൽറ്ററിൽ കൂടെ മറ്റേ സ്മെൽറ്റ് ചെയ്ത സ്റ്റോണ്. ഇതിൽ കൂടെ ഫ്യൂവല്, അതിൽ കൂടെ സ്റ്റോൺ, അങ്ങനെയാന്ന് തോന്നുന്നു. അതായത് AFK നിന്ന് എടുത്തതാണ് ഇത്രയും സ്മൂത്ത് സ്റ്റോൺ ഫാക്ടറിയാണ് ഇത്. സ്മൂത്ത് സ്റ്റോൺ ഫാക്ടറി ഇതിൻ്റെ ഐഡിയ പറഞ്ഞത് ഗ്രിമ്മാണ്. ഇതിൻ്റെ മാത്രം. പിന്നെ സ്റ്റോൺ ജനറേറ്റർ തോന്നുന്നു. ഇനി ഫാക്ടറി അല്ല, ഇനി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയല്ല ലീബ്രോ കോപ്പിയുടെ അയൺ ഫാം ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് ശരിക്കുള്ള എൻ്റെ ബേസ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് അയൺ ഫാമിൻ്റെ മുകളിലാണ്. ഇതത്ര അടിപൊളിയൊന്നും അല്ല, പക്ഷെ നമുക്ക് അയൺ നല്ലോണം കിട്ടും. ഇത് ഞാൻ വെറുതെ വെച്ചതാണ് ഗൈസ്. ഇതിൻ്റെ അടിയിലാണ് കളക്ഷൻ ഏരിയ. ഇത്ര അയണുണ്ട്. ഓ, നമ്മളിത് അയണെല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അയണ്. കണ്ട വരുന്നണ്ട, ഇടിച്ച് കൊല്ലടാ അവനെ. എൻ്റെ സോഡിൻ്റെ പേര് കണ്ട, ZG ഓറ സോഡ്. വെറുതെ ഇരിക്കട്ട്. പിന്നെ ഞാൻ വേറൊന്നിനും പേര് കൊടുത്തിട്ടില്ല. ഞാനങ്ങനെ പേര് കൊടുക്കുന്നവനല്ല. എൻ്റെ പഴയൊരു ബ്രോക്കൺ എലൈട്ര ഇതവിടെ ഇരിക്കട്ട്. ഇത് എനിക്ക് ഇതാണ് കേസ് ഞാൻ പറയുന്നത്. ലീഫ് റൂബിൽ കുറേ ചെസ്റ്റാണ്. ഞാൻ ഇത്രയും ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും തികയുമെന്ന് തോന്നുന്നില്ല ഈ വേൾഡ് കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വേൾഡ് പിന്നെ നിർത്താൻ വിചാരിച്ചത്. പിന്നെയാണ് അവിടെ ഉണ്ട് ശരിക്കുള്ള ബേസ്. കണ്ട കേസ് അവിടെ ഫുള്ള് അടിപൊളി സാധനങ്ങളൊക്കെയാണ്. ഇതെൻ്റെ ഒരു പെറ്റാണ് കേസ്, ഇതല്ല അത്. ഇത് ഇവൻ്റെ പേരാണ് സ്നിഫ്. ഇത് വേറെ ഏതോ ആണ്.
നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. യാ, ഓ മൈ ഗോഡ്, രാത്രിയായി. വീട്ടിൽ പോയി കിടന്നുറങ്ങായിരുന്നു. ഓക്കെ, ഇതാണ് വേറൊരു സ്ഥലം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ എന്താ പണ്ടായേ? എന്തിനാ ആളുകൾ വടക്കം പൊട്ടിച്ചേ? വിഷുവ. അയ്യോ, വെള്ളം എന്താ ഇവിടേക്ക് എത്തിയത്? ഡ്രാഗനക്കിനൊക്കെ വെള്ളം മൂടി. അതും പോയി. അത് ഇവിടെ എത്തിയ. അടുത്ത മൊബൈലിലെ സ്പോൺ ആവണതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പറക്കാം. ഞാനിവിടെ വലിയ ഐലൻഡ് ഒക്കെ കൊണ്ടുവരാൻ നോക്കിയാൽ ഇനി ഇവിടെ നല്ല മൈനിങ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മൈൻഡ് ആക്കിയുള്ളൂ. ഇവിടെ ഫുള്ള് പ്ലേസ് ഒക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. അതിനിവിടെ ബീക്കണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബീക്കണൊക്കെ ഇവിടെ പോയുണ്ട്. ഞാൻ ഇതിൽ പറഞ്ഞ പലതും ഇതിൽ കാണാനില്ലല്ലോ. നമ്മളങ്ങനെ കിടന്നുറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഫുള്ള് ഗോൾഡ് ആർമറിൽ ഇതേ ഒരു സോംബി നിൽക്കുന്നു. ഇങ്ങോട്ട് ബാടാ, ഇങ്ങോട്ട് ബാടാ, നീ ബാടാ ബാടാ പ്ലീസ്. പിന്നെ അല്ല, മെൻഡിങ്ങുള്ള സോഡാണ് പ്ലീസ്. പൊളി സോഡാണ്. OP എന്ന് പറഞ്ഞാൽ OP. ഇതെന്ത് ഇങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ സ്റ്റോൺ ജനറേറ്ററിൻ്റെ ഇത്. നിങ്ങൾ വേണമെങ്കിൽ കണ്ട് പഠിച്ചോ. അല്ല, കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ മര്യാദക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടും വന്നില്ല. പിന്നെ എങ്ങനെ വെച്ചപ്പോഴാണ് ഞാൻ അത് വന്നതായിരുന്നു മര്യാദക്ക്. ഇതാ അവിടെ ഒരു പില്ലറൊക്കെ കാണാൻ സിദ്ധുവിൻ്റെ പരിപാടിയാണ്. നമുക്ക് നേരെ പിന്നെ നമ്മുടെ ബേസിലേക്ക് പോവാം. ബേസ് ഇതാ ഇവിടെയാണ്. ഓ, ഇവിടെ മൊത്തം കൈ പൊറിച്ച് ജസ്റ്റ് ഒരു ഐറ്റംസ് ആയിട്ട് ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലാഗുണ്ട്. നെതറിൻ്റെ ഉള്ളിൽ ഞാൻ വലുതായിട്ട് ചെയ്തിട്ടില്ല. നെതറിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടോയെന്ന് പോലും അറിഞ്ഞൂടാ. എൻ്റെ എൻ്റർ ചെസ്റ്റ് അല്ലേ പൊട്ടി കിടക്കുന്നത്? ഈ എൻ്റർ ചെസ്റ്റ് പൊട്ടിയാൽ കുഴപ്പമില്ലല്ലോ. ചേട്ടാ, അതൊന്ന് കേറങ്ങോട്ട്. ഷൽക്കൊക്കെ കിടക്കുന്നു. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അമ്മേ, ശരിക്കും നമ്മൾ ചതിച്ചതാ. ഞാൻ എൻ്റെ എൻ്റർ ചെസ്റ്റ് കാണിച്ചു തരാം. ശ്രുതിയാണ് എൻ്റെ അതേ എൻ്റർ ചെസ്റ്റ് പോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. അങ്ങോട്ടൊന്ന് പോയി ഇവിടെ ഒന്ന് കാണിച്ചാൽ അതാ മഴ തുടങ്ങി. അയ്യ, പക്ഷെ എൻ്റെ മോനെ എൻ്റെ തീരെ എടുത്തില്ല. ഇതാ ഇവിടെ നമ്മൾ എൻ്റർ ചെസ്റ്റ് വെക്കുന്നു, തുറക്കുന്നു. കണ്ടാ, ഇതാണ് എൻ്റെ വെപ്പൺസ്. ഇത് ആർമർ ട്രിം, ഇത് റെഡ് സ്റ്റോണ്, ഇത് അയേണ്, എമറാൾഡ്, ഗോൾഡ്, ഫുഡ്, ഡയമണ്ട്, ബോക്സ് 10, ഫൈനൽ ബോക്സ്. അങ്ങനെ ഇവിടെ കുറേ ബോക്സൊക്കെ ഉണ്ട് കണ്ട. പിന്നെ ഇതാണ് ജഡ്ജി ഐറ്റംസ്. അതാണ് എൻ്റെ ഒരു ചെസ്റ്റിലുള്ളത്. അതിൽ വലുതായിട്ടൊന്നും ഞാൻ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. ഹലോ ബ്രോ, എന്തൊക്കെയുണ്ട് ബ്രോ? സുഖല്ലേ ബ്രോ? ഞാൻ പോട്ടെ ബ്രോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ഓക്കെ ബൈ. ഓക്കെ ബൈ ഗൈസ്.